ഹേ ഗായ്സ്, നിങ്ങൾക്ക് ഇന്ത്യൻ ഓയിലിന്റെ യൂണിഫോം കാണണോ? രാവിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇച്ചിരി ചോറ് ഇതാ ചേച്ചി ഇല്ലേ മൃദുലേ? ഇന്ന് പണി പോണ്ടേ? എന്തോ പണിക്കൊന്നു പോണ്ടേ? പണിക്ക് പോണ്ടേന്ന് പോന്നില്ലേ ഇന്ന്? കാണിക്കാൻ മൃദുലേ, രാവിലെ ഇച്ചിരി ചോറ് ഇതാ ചേച്ചി എന്ന് പറഞ്ഞ് വന്ന് കയറിയതാ. ഉദ്യോഗസ്ഥനെ വീഡിയോയില് വരുന്നതിനോടൊന്നും അത്ര താല്പര്യമില്ല, പക്ഷെ നമ്മൾ കൊണ്ടുവരും. നമ്മുടെ ഇന്ത്യൻ ഓയിലിന്റെ അതേ യൂണിഫോം അല്ലേ? സെയിം ഇല്ലേ? ആ സെയിം യൂണിഫോം അതുകൊണ്ട് പക്ഷെ കൊള്ളാം. ഇത്തിരി കൂടി വലുതായാലടി നമ്മൾ ഇങ്ങനെയൊക്കെ കളിയാക്കിയാവ ഇടുവോ? കരയും. സത്യം കൊള്ളാം. സുന്ദരനായിട്ടുണ്ട്. ചുമ്മാ പറയുന്നത് എല്ലാവരും. സുന്ദരൻ, സത്യമായിട്ട് സുന്ദരൻ. നമ്മള് രാവിലെ നേരെ തെന്മലയ്ക്ക് പോവാണ്. അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അമ്മയെ കണ്ടിട്ട് എത്ര നാളായി? 1 മാസം ആവുന്നെന്ന് തോന്നുന്നു. അമ്മ ബാംഗ്ലൂരായിരുന്നു. പിന്നെ ഇപ്പം തമ്പുരു തെമ്മലത്തെ വീട്ടിൽ നിന്നാണ് പഠിക്കാൻ വന്നില്ലേ? ചേച്ചി അവരെല്ലാരും ബാംഗ്ലൂരാ. അപ്പം ആ തമ്പുരുവിനെ കാണാം. ശരി, രാവിലെ പല്ല് വന്നോണ്ട് പഴയ ഒരു ക്യൂട്ട്നെസ് ഇരിക്കുമ്പോ ആ ഒരു പല്ലാണ് മുൻപിൽ. ഇന്ന് പഴയ ഒരു ഡ്രസ്സാണ് പെയർ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. ഡ്രസ് ഒന്ന് കാണിക്കടി. അത്ര പണ്ട് ഇത് ചുരിദാറല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. നിക്കറല്ല, കോളർ കയ്യിലും കഴുത്തിലൊക്കെ വരുന്നത് രസമായിട്ടുണ്ട്. ഞാൻ എന്റെ ഷർട്ടിന്റെ ഒന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ട്? ഞാൻ ഈ ഇടയ്ക്ക് എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ഒന്നാമത് ചൈനീസ് കോളർ ഇങ്ങനെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. മുതലെടുക്കുവാണോ സജീനി? ആരുടെ കണ്ണാടി തുറന്ന്? മാഡം കം ലെറ്റ്സ് ഗോ. നമുക്ക് നല്ല അടിപൊളി ഡാൻസ് കളിക്കണം ഗൈസ്. ഏത് പടത്തിലായിരുന്നാ? ഒന്നല്ല, ഹാലെന്ന് പറഞ്ഞൊരു മൂവിയിൽ ഒരു സോങ്, എൻ്റെ ഒരു സോങ് വീഡിയോ എടുക്കണം. നമുക്ക് പോവാം. നഖം വെട്ടാൻ വേണ്ടി ഒരു കുഞ്ഞു കണ്ടോ? വേറെ ഏതെങ്കിലും കുഞ്ഞു അടങ്ങിയിരിക്കൂ? ഉറങ്ങിയാ വെട്ടാൻ പറ്റില്ല. ഉണർന്നിരുന്ന ഇങ്ങനെ ഇരുന്ന് എനിക്ക് എന്തുകൊണ്ട് അടങ്ങിയിരിക്കത്തില്ല. അത് നിങ്ങൾ എന്നെ പുകഴ്ത്തി പറയല്ലേ, എനിക്കത് ഇഷ്ടപ്പെടത്തില്ലെന്നാണ് ഇപ്പം പറഞ്ഞത്. എന്നെ പുകഴ്ത്തി പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ഇൻട്രസ്റ്റഡ്. ഈ അമ്പുവേ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആക്ച്വലി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഇങ്ങനെ എന്തൊക്കെ പറയുകയാണ് അമ്പു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നേരം ഉണ്ടായിരിക്കായിരുന്നേ. പെട്രോൾ പമ്പിൽ ഇറക്കണം. പോടാ. നീ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാ. ഒരു ദിവസം നീ പെട്രോൾ അടിച്ചതിന് പൈസ കൊണ്ട് വീട്ടിൽ തമ്പുടി ചേച്ചി കാണാലോ. ഉമ്മയമ്മയെ കാണാം. അമ്പൂന്റെ ഡാൻസ് എങ്ങനെ കാണണോ? ഇന്ന് സദ്യ കഴിക്കാന്ന് വിചാരിച്ചില്ലേ മൃദുലേ? വിശപ്പില്ല, കാരണം നമ്മൾ ചെന്ന ഉടനെ വീഡിയോ എടുക്കാനുണ്ട് ഡാൻസ്. ഇപ്പം വീട്ടിൽ പോയി കഴിക്കാനുള്ള ഇപ്പം സമയം 2 മണിയായി ഗൈസ്. ഈ പരിപ്പിന്റെ മുകളിലുണ്ടല്ലോ ഗൈസ്, പപ്പടം വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. മൃദുലേ, ഇവിടെ നോക്ക്, അടിപൊളിയായില്ലേ ഇപ്പം? പൈനാപ്പിൾ വെച്ച് ഗൈസ് ഇവിടെ താഴെ. നേരത്തെ ഇവിടെ ഫുള്ള് റബ്ബറും തോട്ടമായിരുന്നു കേട്ടോ. അടിപൊളിയാക്കി. അതല്ല, മേലത്തെ ആ പാറ ഇപ്പൊ അടിപൊളിയായിട്ട് കാണാം. അടിപൊളി ഗൈസ്. ഇവിടെ പോച്ചയ്ക്ക് വരുമായിരുന്നു ഗൈസ്. അപ്പൊ നമ്മള് മൃദുലയുടെ വീട്ടിൽ അങ്ങോട്ട് എത്താറായി കേട്ടോ. ഡ്രസ് കണ്ടോ? നമ്മളെ ഇന്ത്യൻ ഓയിലിന്റെ യൂണിഫോം നമ്മൾ വാങ്ങിച്ച് കട എടുത്തിരിക്കുക അങ്ങോട്ട്.
വിടാൻ പോകുന്ന തമ്പുരു ചേച്ചി വന്നില്ല, 4:30 വരൂ. 4:30 സമയത്ത് നമുക്ക് അപ്പോഴത്തേക്കും പോവാൻ വീഡിയോ എടുക്കാം. എടുത്തിട്ട് വരാം. ഗൈസ്, നമ്മളെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇത് ഇവിടെയാണ്. പോകുന്ന വഴിക്ക് കണ്ട കേട്ടോ, കൊള്ളാം. മൃദയുടെ വീടിന്റെ തൊട്ട് താഴെ ഇതും പോച്ചയ്ക്ക് കഴിയും. നല്ല കാറ്റുണ്ട് കേട്ടോ, അടിപൊളി. നിങ്ങൾക്ക് ഇവിടുന്നാണോ വെള്ളം വരുന്നത്? നമുക്ക് അതിന് സെപ്പറേറ്റ് ഉണ്ട്. തമ്പുരുവിന്റെ സ്കൂൾ ബസ് ആണെന്ന് തോന്നുന്നു പോകുന്നത്. തമ്പുരുന്റെ അല്ല, ഇത് അല്ലുവിന്റെയാ. അല്ലുവിന്റെയോ? ഇത് അല്ലുവിന്റെ. തമ്പുരുന്റെ താഴെ നിന്ന് മേളിലോട്ട് പോയി. അസിസ്റ്റന്റ് ഡിക്കി എടുക്കൂ. ഐ എം എ ക്യാമറമാൻ ആൻഡ് കോണ്ടന്റ് ക്രിയേഷൻ. തമ്പുരു ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിന്റെ അസിസ്റ്റന്റ്, അല്ലെങ്കിൽ നീ തന്നെ അസിസ്റ്റന്റ്. ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ഇതിന് നമ്മുടെ നിശ്ചയത്തിന് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് എടുക്കാൻ വന്നത്. ഇവിടെയാണ് തമ്പുരു വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം തമ്പുരു സ്കൂൾ ബസ് ഇരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള പിള്ളേർക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോ അവളിങ്ങനെ അവിടെ ഇരിക്കുന്നത്. അമ്പൂട്ടൻ വരുമെന്ന് നമ്മൾ വരുമെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. വീട്ടിൽ ചെല്ലുമ്പോ അമ്പൂട്ടനെ ആ റിയാക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഓ അടിപൊളിയില്ലേ, സെറ്റപ്പ് ഗൈസ്. പക്ഷെ നമ്മൾ ആ റോഡേ വരുമ്പോഴേ ഡാം ഇങ്ങനെ തുറന്നു വിട്ടു വെള്ളം കാണത്തേ ഇല്ല, വറ്റി കിടക്കുക കേട്ടോ. ഡാം അല്ലല്ലോ, ഇത് ലുക്കൗട്ട് അല്ലേ. ലുക്കൗട്ടാ ഇവിടെ തുറന്നു, പക്ഷെ ഡാം ഷട്ടർ തുറന്നിട്ടില്ല. ഏതാണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളം. ഇവിടുന്ന് മീൻ പിടിക്കാൻ തോന്നുന്നു. ഇവിടുന്ന് മീൻ പിടിക്കാൻ തോന്നുന്നു. ചിലര് വൈകിട്ട് വന്ന് അവിടെ നിന്ന് മീൻ പിടിക്കുന്നതാണ്. ഡാൻസ് ഇപ്പൊ അങ്ങനെ എടുപ്പ് കുറവാണ്, കാരണം അമ്പ് ഉള്ളതുകൊണ്ട് വേറെ എന്ത് എടുക്കാം. ഡാൻസ് അവനെ വെച്ചിട്ട് എടുക്കാൻ പാടാ. വീട്ടിലാണെങ്കിൽ ഓക്കെ, ഔട്ട്ഡോർ പറ്റൂല. ഔട്ട്ഡോർ ഓക്കെയാണ്, ഔട്ട്ഡോർ പറ്റൂല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് തമ്പുരിനെ കാണാൻ പോകാം. മൃദുല തമ്പുരിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. വേറെ 3 പേരേലും ഇവൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് തമ്പുരുമായിട്ടാണ്. പിന്നെ എന്താ അറിയോ, ഒന്നാമത്തെ കാര്യം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 1.5 വർഷം വീട്ടിൽ നിന്ന ടൈം എല്ലാം തമ്പുരല്ലേ കൂടെ. അപ്പൊ കൂടുതൽ ടൈം അവളുടെ കൂടാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. പിന്നെ ട്രിപ്പൊക്കെ പോകുമ്പോ അവരുടെ കൂടെ ഞാനും പോകും കുഞ്ഞിനെ എടുക്കാൻ. ഇവിടെ എന്തൊരു കാറ്റാടി മൃദുലേ, ഭയങ്കര കാറ്റാ, ഭയങ്കര കാറ്റാ ഗൈസ്. എപ്പോഴും ഇവള് ഒരു ഡിക്കി സാധനമായിട്ട് ഒരു നമ്മളെ പ്ലം കേക്ക് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ അവള്. അവിടെ ഞാൻ തിന്നു തീർക്കും. നീ നമ്മളെ കളിയുടെ എന്തുവാടി മൈൻഡ് ചെയ്യാതെ പോയ ബസ്സില് കായ് തന്നില്ലല്ലോ. നീ എന്താ ഇറങ്ങി ഓടി? അതെ, നീ ഇറങ്ങി ഓടി വരാഞ്ഞ എന്താ? നീ എന്നാലും ബസ്സിലിരുന്നൊരു എന്തെങ്കിലും ഒരു എക്സ്പ്രഷനും കൂടെ ഉണ്ടായിരുന്നു നമ്മളെ കണ്ടിട്ട്. നീ ഇട്ടില്ല, നീ ഒരു എക്സ്പ്രഷനും ഇട്ടില്ല. വഴിയിലെ ഏതോ ആൾക്കാരെ കണ്ട ഒരു എക്സ്പ്രഷൻ ഇട്ടത്. അമ്പു എടാ, ഇവിടെ ഭയങ്കര കമ്പനി, നമ്മളെ കണ്ടിട്ട് വരുന്നില്ല. നീ എന്തിനാ അമ്മച്ചി വന്നേന്ന്? കൊണ്ടുപോകണം അങ്ങനെ കൊച്ചുങ്ങള്. പക്ഷെ തമ്പുര് ഭയങ്കര നല്ല കൊച്ചു കേട്ടോ. ബസ്സിൽ എല്ലാ പിള്ളേരും നിക്കുന്നു. എല്ലാ പിള്ളേരും ഭയങ്കര ചാട്ടം. അതിന്റെ വിഷമാണോ? നീ ബസ്സിലൊന്നും ഒരു ചാട്ടോ ഇല്ല, ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നത്. കേറിയപ്പോഴേ മുട്ടക്കറിയുടെ മണം. നമ്മളെ കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലേ, നമ്മളെ കാണുമ്പോഴുള്ള. എടീ, ക്രിസ്മസിന്റെ പരീക്ഷയുടെ മാർക്കൊക്കെ വന്നോ? എടേ, മാർക്ക് തന്നാണോ ചോദിച്ചത്? നീ അവനെ എടുത്തു വെച്ചോണ്ടിരിക്കുന്നതിനാണ് അവള്. കണ്ടാൻ പോ, നമ്മളിപ്പോ ഏതാ പോ, കണ്ടാൻ പോ, കണ്ട ചോദിക്കുന്ന കണ്ടാൻ പോ. അവനെ കൂടി പിടിച്ചിരുത്തേ കൊണ്ട്. ഓട്ടിച്ചിട്ട് തിരിക്കുക. തിന്നടാകുമ്പോ ചോറ്. അവന് നമ്മളെ കണ്ടാലേ ഉള്ളു നിർബന്ധം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. തുപ്പുന്നു. ശബരിമല പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ പങ്ക്. ഇതിന്റെ ഒരു ഉണ്ണാത്തൊരു ഉണ്ണിയപ്പം ഉണ്ട്, അത് അടിപൊളി. തരത്തില്ല. നീ ഇപ്പൊ ആദ്യം ചോറ് മുട്ടക്കറി കയറ്റി അരവണ. എടാ, അതിനകത്തൊരു ഉണ്ണിയപ്പം ഉണ്ടോ? ഉണ്ണിയപ്പം ഇല്ല. അയ്യോ, എങ്ങനെയുണ്ട് ഇത്ര കട്ടിയാക്കുന്നേ?
കഴുകും. കൊള്ളും. അതുപോലെ എന്താ പറയോ, അയ്യോ അങ്ങനെ തിന്നൂടാ. തുപ്പി കുഴപ്പമില്ല, കഴിച്ചോ. അറിയാതെ തിന്നല്ലേ. അതുമല്ലേ പണ്ടൊക്കെ നമ്മള് പെൺപിള്ളേരുള്ള വീട്ടിൽ 2 മാല, ശബരിമല പോകുന്നവർക്ക് അറിയാം, 2 മാലയൊക്കെ കൊണ്ടുതരും നമുക്കിടെ. 3 അങ്ങനെ 4 5 അയ്യോ ഇനി നീ ശരി, 5 ഇവിടെ അടിക്കാവോ? ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് അവിടെ. എന്റെ നാട്ടിലെ ഉത്സവമാണ് സുഹൃത്തുക്കളെ. നമ്മൾ ചുമ്മാ അതുവഴി പോയപ്പോ ഇറങ്ങി ഭയങ്കര വെട്ടവും ചെണ്ടമേള സൗണ്ടും കഥകളി നടക്കുന്ന കാര്യം. നീ കഥകളി കണ്ടിട്ടില്ലേ? ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല കഥകളി. കഥകളി സാധാരണ ഇവിടെ എപ്പോഴും ഉണ്ടാവാറില്ല. ഞാനന്ന് 10ാണ്ട് പഠിക്കുമ്പോൾ ഒരു വട്ടം എന്തോ കഥകളി ഇവിടെ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരുന്നപ്പം കഥകളി ആരടിക്കാൻ പറയുന്നത്? നന്ദഗോപൻ അല്ലയാ, സുഖാണോ? ഞാൻ വന്ന് കഥകളി. നീ കാറൊക്കെ എടുത്താ? എനിക്ക് വയ്യ, അടിപൊളി. എന്തുകൊണ്ടളിയാ, സുഖാണോ? സുഖം. നല്ല വിശേഷങ്ങളാടാ. അതാണ്ട് ഇതായിരിക്കുന്ന വിശേഷം. നീ കണ്ടിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നേ? ഇല്ല കണ്ടിട്ടില്ല. ഇല്ലായിരുന്നു, ഇല്ല, ഫസ്റ്റ് ടൈമാ കാണുന്നു. എടാ ട്രിവാൻഡ്രൊക്കെ വിളി കേട്ടോ. കഴക്കൂട്ടത്ത്. ഓക്കെ. ആ തൊഴുന്നില്ല, പരിപാടി കഴിഞ്ഞു തോന്നുന്നു. കഥകളി കണ്ടിട്ട് എങ്ങനെയുണ്ട്? എടാ ഇതിനൊക്കെ എന്തോ കഥയുണ്ടാ, ഭയങ്കര സ്ലോ ആയിട്ടാ പോകുന്ന കണ്ട. കർട്ടൻ തന്നെ ഇപ്പൊ ഏതാണ്ട് ഒരു അരമണിക്കൂറിന് മുകളിൽ എടുത്തില്ലേ ഇപ്പൊ ഇത് മാറ്റാൻ വേണ്ടിട്ട് അല്ലേ? കഥ മുന്നേ പറഞ്ഞു 5 മിനിറ്റ് കഥ പറഞ്ഞപ്പോ ആരൊക്കെയോ വില്ലന്മാരൊക്കെ വരുന്നുണ്ട്, ആരെയും വധിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ടൈം എടുക്കും, നല്ല ടൈം എടുക്കും ഗൈസ്. പക്ഷെ ആള് കുറവാണ് ഗൈസ്. ഇങ്ങനത്തെ പ്രോഗ്രാമിന് ആള് ഭയങ്കര കുറവാ. രസമുണ്ടല്ലേ കാണാൻ? വീണ്ടും കർട്ടൻ പൊക്കി. അതാ എല്ലാത്തിനും എന്തോ നമുക്ക് മനസ്സിലാവുന്നില്ല സംഭവം എന്തുവാന്ന്. ഇതോ വേറെ രൂപങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മളെ കഥകളിയൊക്കെ കണ്ടു ഗൈസ്. കണ്ടേ ഇനി ലൈഫിൽ കഥകളി കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. കേരളത്തിന്റെ ഗൈസ് എന്റെ ഫ്രണ്ട്സിനെ കണ്ട് അമ്പു അവരുടെ അടുത്തൊക്കെ പോയി ഗൈസ്. അമ്പു ഇപ്പൊ എല്ലാരുടെ അടുത്തും പോകും. ആര് വിളിച്ചാലും അവരെ വിഷമിപ്പിക്കണെന്ന് പറഞ്ഞു ഒരു 2 മിനിറ്റ് പോകും. പോയിട്ട് നമ്മളെ കണ്ടെങ്കിൽ പക്ഷെ ഞാൻ അവന്മാരുടെ അടുത്ത് പോകുന്ന പ്രതീക്ഷിച്ചതേ ഇല്ല. സൗണ്ട് അമ്പു ഭയങ്കര നിർബന്ധമായിരുന്നു. എനിക്ക് കുറച്ചും കൂടി നിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ സൗണ്ട് ആയതുകൊണ്ട് പിന്നെ സമയമില്ല. നമുക്ക് ഇനി ട്രാവലിംഗ് എത്തണ്ടേ. അപ്പൊ എന്തായാലും അമ്പൂട്ടം ഭയങ്കര കുരുത്തൊക്കെ കേട്ടോ. അതല്ലേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇപ്പൊ ആ തമ്പുരു ആണേലും അല്ലു ആണേലും നമ്മുടെ 2 പേരുടെ അടുത്ത് വന്ന അവന്റെ ഇടയിൽ കയറും. കുറച്ച് പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്. കൂടുതലാണ്. പക്ഷെ തമ്പുരുവിന്റെ അടുത്ത് കളിയാന്നേലും തമ്പുരിന്റെ അടുത്ത് കൂടുതല് അല്ലുവിന്റെ അടുത്താ. ആമ്പിള്ളാരെ ഇവന് ഭയങ്കര കാര്യമാണ്. ഓക്കെ, ഒരു പേപ്പർ ഞാൻ ഇവിടെ 2 സ്ലൈഡ് വാങ്ങി. സ്ലൈഡ് താഴെ തള്ളിയിട്ട് അതിന്റെ കൂടെ. അതുപോലെ അവൻ ഈ വണ്ടി കയറുമ്പോ ഇതിനകത്ത് പണിയണം കഴിച്ചു. ഇത് മൊത്തം എന്തൊക്കെ ആക്കി വെച്ചു, ഇതിനകത്ത് എന്തൊക്കെ സെറ്റിങ്സ് ആക്കി വെച്ചത് അത് പണിയണം. മറ്റേ വണ്ടിയിലെ വന്നങ്ങൂല്ല കേട്ടോ, ഇതിലവന് പണിയണം. പേപ്പർ കയറി ഇടണം.
സർവീസ് ചെയ്യാനുള്ളതല്ലേ കുഴപ്പമില്ല. ഇത് പിച്ചി കീറിയടാ. തള്ളയും മോനും ക്ലീൻ ചെയ്തിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അതെ ഇത് എന്നെ മാത്രല്ലല്ലോ ക്ലീൻ ചെയ്ത. ചില നേരം മോൻ ക്യൂട്ട്നെസ് കാണിക്കുമ്പോ അത് അമ്മയുടെ മോനാ. എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാ അച്ഛന്റെ മോനെ. എന്റെ ഫുഡ് എത്തി ഗൈസ്, എന്റെ ഫുഡ് എത്തി. ഗൈസ് അപ്പൊ നമ്മള് വീട്ടിലെത്തി ഗൈസ്. അപ്പൊ നമ്മളൊരു പുതിയ സീരീസ് കണ്ടോണ്ടിരിക്കുക കേട്ടോ. ആൻഡോർ എന്നാണ് കേട്ടോ പേര്. എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. കുറച്ച് പേരൊക്കെ നല്ല റിവ്യൂ ഒക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം കണ്ടു തുടങ്ങി കുറേ നാൾക്ക് ശേഷം. ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ആയിരുന്നു കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ? ഗെയിം ഓഫ് ത്രോൺസ് ഞാനൊരു 2 വട്ടം എവിടെ കണ്ടിട്ടില്ലായിരുന്നല്ലോ. അന്ന് പണ്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് എന്തോ ഗെയിം ഓഫ് ത്രോൺസ് കണ്ട ഒരു ഫീല് പിന്നെ ഒരു സീരീസ് കണ്ടു എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ പേരൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓരോ അത്ര നരേറ്റീവ്, അത്ര അടിപൊളി കഥയും സ്റ്റോറിയാണ് ഗൈസ്. സ്റ്റാർക്ക് ഫാമിലി, അതിനകത്തുള്ള മറ്റേ വൈറ്റ് വാക്കേഴ്സ്, ആര്യ സ്റ്റാർക്ക്. സത്യം. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ബൈ. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള നിങ്ങളൊരേ ബൈ. ചിക്കക്കാലം എടുത്ത് വെച്ചാ എന്റെ പാറ്റി പിടിക്കില്ലേ.